welcome back to our channel Maluz vlog. എല്ലാവർക്കും Maluz vlogിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലും എന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ മൗത്തിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത്, നമ്മുടെ ഹോം റെമഡീസിലൂടെ നമുക്ക് എങ്ങനെയാണ് മൗത്ത് ഡാർക്ക്നെസ്, മൗത്തിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് ചിലവർക്ക് ഒരു ലൈൻസ് പോലെ വരാറുണ്ട്. ആ ലൈൻസിനെ ലൈറ്റൻ ചെയ്യാനും ഈ ഒരു ഏരിയയിലുള്ള ഡാർക്ക്നെസ് മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു നല്ലൊരു DIY ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്കത് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ലപോലെ റിസൾട്ട് കിട്ടിയ ഒരു DIY ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് അത് ഇഷ്ടപ്പെടും. 2 വീക്സ് കണ്ടിന്യൂസ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പോലെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു DIY ആണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്താണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കിയിട്ട് ശരിയാണ് തിരിച്ചു തരാം. ഇനി ഇത് മൗത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ ഭാഗത്താണ് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയി. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി വാഷ് ചെയ്യാൻ പോവാണ്. വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കളർ ചേഞ്ച് നമ്മുടെ സ്കിന്നിന് വരും. മഞ്ഞളും തൈരൊക്കെ ചേരുന്നതുകൊണ്ട് സൺ ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ച ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ലിപ്സിൻ്റെ സൈഡിലും ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ഡാർക്ക്നെസ് മാറാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ദിസ് ഇസ് കീർത്തന സൈനിങ് ഓഫ്. ബൈ.